മോളെ, ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കളയല്ലേ? നമ്മുടെ കുടിലിന്റെ പിറകിൽ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. നീ അവിടെ പാചകം ചെയ്തോ. അമ്മേ, ഞങ്ങളും മണ്ണടുപ്പിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പറയൂ, എന്താ വേണ്ടത് കഴിക്കാൻ? ഒരു കാര്യം ചെയ്യൂ മോളെ, എല്ലാവർക്കും 4 റൊട്ടി ഉണ്ടാക്ക്. ഞാൻ അപ്പോഴേക്കും ഉള്ളി അരിയാം. അപ്പോൾ പായലിന്റെ നാത്തൂൻ മോഹിനി വന്നു. അമ്മേ, ഇന്ന് ആദ്യമായിട്ടല്ലേ ചേച്ചി വീട്ടിൽ വന്നത്? ഉള്ളിറൊട്ടിയാണോ കൊടുക്കുന്നത്? പിന്നെ എന്തു ചെയ്യാനോ മോളെ? മോഹൻ വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. പിന്നെ പായൽ എല്ലാവർക്കും റൊട്ടിയുണ്ടാക്കി. എല്ലാവരും ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. എല്ലാവരും കഴിച്ചിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം മോഹൻ വേഗം എഴുന്നേറ്റു. അവൻ തന്റെ സഞ്ചിയെടുത്ത് പുറത്തേക്ക് നടന്നുപോയി. ഇപ്പോൾ എല്ലാവരും ചപ്പുചവറുകൾ വഴിയിലിടുന്നത് തന്നെ നിർത്തി. അപ്പോൾ മോഹന് ചവിറ്റുകൊട്ട കാണാൻ പറ്റി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് വേണ്ടതെല്ലാം ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ കാണും. അതിൽ ഭക്ഷണത്തിന്റെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് പൊറോട്ടയും മട്ടർ പനീറും ചോറുമുണ്ട്. ഈ ഭക്ഷണം എടുത്തുകൊണ്ട് പോയാലോ? എന്നാൽ ഭക്ഷണം നല്ലതായിരിക്കുമോ? ഇപ്പോഴും അത് ചീത്തയായിട്ടില്ല. മോഹൻ അവിടെയുള്ള ഭക്ഷണങ്ങളെല്ലാം തന്റെ സഞ്ചിയിലെടുത്ത് വെച്ച് അവിടെ നിന്നും മടങ്ങിപ്പോയി. പതുക്കെ വൈകുന്നേരമായി. വൈകുന്നേരം പായലിന്റെ നാത്തൂൻ പറഞ്ഞു, ചേച്ചി, ഇന്ന് ഞായറാഴ്ച ദിവസമാ. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ചന്തയുണ്ടിന്ന്. വാ, നമുക്ക് പോയി കാണാം. അതേ മോഹിനി, ഞാനും നിന്നോടിതാ പറയാൻ വന്നത്. പായലും മോഹിനിയും ചന്തയിലേക്ക് പോയി. എന്നാൽ അവരുടെ കയ്യിൽ പൈസയില്ലായിരുന്നു ഷോപ്പിംഗ് ചെയ്യാൻ. ബസാർ പോയി കണ്ടപ്പോൾ അവരുടെ മനസ്സ് തന്നെ നിറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മോഹിനി ഒരു മോമോസ് കട വളരെ ശ്രദ്ധയോടെ നോക്കി. എന്താ മോഹിനി, നിനക്ക് മോമോസ് കഴിക്കാൻ ഇഷ്ടമാണോ? ചേച്ചി, ഇന്ന് വരെ ഞങ്ങൾ ആരും മോമോസ് കഴിച്ചിട്ടില്ല. കണ്ടിട്ടെനിക്ക് കൊതി വരുന്നു. വാ, നമുക്ക് കടയിലേക്ക് പോകാം. എനിക്കും വേണം മോമോസ്. അതെ ചേച്ചി, നിങ്ങൾ പറഞ്ഞത് ശരിയാ. രണ്ടുപേരും മോമോസ് കടയുടെ നേരെ നടന്നുപോയി. അവർ അവിടെ തന്നെ നിന്നു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, പെങ്ങന്മാരെ, എത്ര പ്ലേറ്റ് മോമോസ് വേണം? വേണ്ട വേണ്ട ചേട്ടാ, ഞങ്ങൾ മോമോസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വന്നതാ. ഞങ്ങളുടെ കയ്യിൽ മോമോസ് കഴിക്കാനുള്ള പൈസയില്ല. വേറെ പണിയില്ലേ? നിങ്ങളെ പോലെയുള്ള പിച്ചക്കാർ പിച്ചയെടുക്കാൻ വരും. പൊയ്ക്കോ ഇവിടെ നിന്ന്. ഇവിടെ ഫ്രീ ആയി ഒന്നും കിട്ടില്ല. അങ്കിളിനെന്താ വട്ടായോ? ഞങ്ങളെപ്പോഴാ ഭിക്ഷയായി ചോദിച്ചത്? മോഹിനി, പോകാം. അയാളോട് വഴക്കിടണ്ട. നമ്മുടെ കയ്യിൽ പൈസയില്ലാതെ ഇവിടെ വെറുതെ നിന്നാൽ അയാൾ അങ്ങനെ തന്നെ പറയും. പായലും മോഹിനിയും അപ്പോൾ തന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നുപോയി. മോഹിനി, എങ്ങനെയാ മോമോസ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പഠിച്ചു. മോമോസ് ഉണ്ടാക്കാനുള്ള സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളേക്കാൾ നല്ല സ്വാദുള്ള മോമോസ് ഉണ്ടാക്കിത്തരാം. കൊള്ളാമല്ലോ ചേച്ചി, താങ്കളൊരു സംഭവം തന്നെ. അങ്ങനെ പായൽ ഭക്ഷണമുണ്ടാക്കാൻ പോയപ്പോൾ രാകേഷ് ചവിട്ടുകൊട്ടയിൽ നിന്നും എടുത്ത ഭക്ഷണവുമായി തിരികെ വന്നു. നിക്കു പായൽ, ഇന്ന് നീ ഈ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. നോക്ക്, ഞാൻ എന്ത് നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും. മോനെ, ഇത്രയും നല്ല ഭക്ഷണം എവിടെ നിന്നും കിട്ടി നിനക്ക്? ഇന്ന് മാർക്കറ്റിൽ ഒരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ കുറേ നേരം നിന്നു. അപ്പോൾ അവർ എനിക്ക് ഭക്ഷണം പാക്ക് ചെയ്തു തന്നു. ആഹാ, കൊള്ളാമല്ലോ ചേട്ടാ. എത്ര വർഷം കഴിഞ്ഞിട്ടാ നമ്മൾ ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുന്നത്? കുറച്ചു നേരത്തിനുള്ളിൽ അവരെല്ലാം ചേർന്നിരുന്ന് വേസ്റ്റ് ഭക്ഷണം കഴിച്ചു. എന്നാൽ ഇതിനെപ്പറ്റി മോഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവർ സന്തോഷത്തോടെ കഴിച്ചു. അവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് മോഹനും സന്തോഷമായി. എന്നാൽ മനസ്സിലൊരു വേദന. ഞാൻ എന്തൊരു നീചനാണ്. എന്റെ കുടുംബത്തിന് ഞാൻ ചവറ്റുകുട്ടയിൽ നിന്നും എടുത്ത ഭക്ഷണം കൊടുക്കുന്നു. എന്നാൽ കുഴപ്പമില്ല, ഭക്ഷണം ചീത്തയായില്ലല്ലോ. ഇങ്ങനെ ചെയ്തെങ്കിലും ഇവരുടെ മുഖത്ത് കുറച്ച് സന്തോഷം കാണാൻ പറ്റി. എന്നാൽ പാതിരാത്രിയിൽ എല്ലാവരുടെയും വയറുകേടായി. എല്ലാവരും മൊന്തയുമായി ശൗചാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. മോഹനും ഒരുപാട് പോയതിനു ശേഷം അപ്പോൾ അമ്മ പറഞ്ഞു, മോഹൻ മോനെ, നീ എന്തു ഭക്ഷണമാ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? ഞങ്ങളുടെ വയറെല്ലാം കേടായി. അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിനു മുൻപേ പായൽ ഇടയ്ക്ക് കയറി പറഞ്ഞു, അമ്മേ, ഇതിൽ മോഹൻ ചേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഇത്രയും നല്ല ഭക്ഷണം നമ്മൾ അടുത്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാ വയറ് കേടായത്. ഇത് കേട്ടപ്പോൾ മോഹന് കുറച്ച് റിലാക്സായി തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മളുടെ കയ്യിൽ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പോലും പൈസയില്ല. ഒരു കാര്യം ചെയ്, കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കുടിക്കെല്ലാവരും. എല്ലാം ശരിയാകും. ഇതെന്റെ അമ്മൂമ്മയുടെ മരുന്നാണ്. എല്ലാവരും അങ്ങനെ ചെയ്തു. രാവിലത്തേക്ക് എല്ലാവരുടെ വയറും ശരിയായി. മോഹൻ ജോലിക്ക് പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മോഹിനി അവനെ തടഞ്ഞു. ചേട്ടാ, ഞങ്ങൾക്കെല്ലാം മോമോസ് കഴിക്കാനായി തോന്നുന്നുണ്ട്. ചേച്ചിക്കും ആഗ്രഹമുണ്ട് മോമോസ് കഴിക്കാൻ.
ചേച്ചിക്ക് മോമോസ് ഉണ്ടാക്കാൻ അറിയാം. വൈകുന്നേരം വരുമ്പോൾ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി വരാമോ? മോളെ, മോമോസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇതെല്ലാം നമ്മളുടെ വീടിന്റെ വെളിയിൽ നമ്മൾ വിളവെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈസയൊക്കെ കുറവല്ലേ, വീടെല്ലാം നോക്കി നടത്തണ്ടേ? എന്നാലും ഞാൻ ശ്രമിക്കാം. ശ്രമിക്കുമെന്നല്ല, കൊണ്ടുവരണം ചേട്ടാ. ഒരനിയത്തിക്ക് വേണ്ടി ഇത്രയും പോലും ചെയ്യില്ലേ? മോഹൻ അപ്പോൾ തന്റെ കണ്ണുനീർ വെളിയിൽ കാണിക്കാതെ അവിടെ നിന്നും വേസ്റ്റ് പറക്കാൻ പോയി. നടന്ന് നടന്ന് അവൻ കുറെ ദൂരം പോയിട്ടും അവനൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ എന്തൊരു നീചനായ ചേട്ടനാണ്. എന്റെ അനുജത്തിയുടെ ഒരു ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോയപ്പോൾ മോഹിനി അവനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടന്മാർ അനിയത്തിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ചേട്ടൻ ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ? മോഹന്റെ ഭാര്യ പായൽ കുറച്ച് ബുദ്ധിയുള്ളവളാണ്. അവൾക്ക് തന്റെ ഭർത്താവിന്റെ വേദന കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് മോഹൻ പറയുന്നതിനു മുൻപേ അവൾ പറഞ്ഞു, പായൽ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒരിക്കൽ സാധിച്ചു തരും നിന്റെ ചേട്ടൻ. നിന്റെ ചേട്ടനെപ്പറ്റി ഇങ്ങനെയൊന്നും പറയരുത്. ചേച്ചി, ഞാൻ വെറും മോമോസ് കഴിക്കണമെന്നല്ലേ പറഞ്ഞത്, വലിയ മാളിക വേണമെന്നൊന്നുമല്ലല്ലോ. നിനക്ക് മോമോസ് കഴിക്കണമല്ലേ? ഇന്ന് രാത്രി എല്ലാവർക്കും വേണ്ടി മോമോസ് ഉണ്ടാക്കാം. എന്നാൽ മോളെ, നമ്മുടെ കയ്യിൽ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനമൊന്നുമില്ലല്ലോ. അമ്മേ, നമ്മുടെ കയ്യിൽ ആട്ടയുണ്ട്, ഉപ്പുണ്ട്, എണ്ണയുണ്ട്, കത്തിക്കാൻ വിറകുമുണ്ട്, ഭക്ഷണമുണ്ടാക്കാൻ മണ്ണടുപ്പുമുണ്ട്. നമ്മളുടെ വീടിന്റെ മുൻപിൽ ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു മോമോസ് ഉണ്ടാക്കാമെന്നേ. നിങ്ങളുടെ വായിൽ നിന്നും വെള്ളം വരും കണ്ടോ. കൊള്ളാമല്ലോ ചേച്ചി, എനിക്ക് ചേച്ചിയെ നല്ല വിശ്വാസമുണ്ട്. നല്ല മോമോസ് ഉറപ്പായും ഉണ്ടാക്കുമെന്ന്. അപ്പോൾ തന്നെ പായലും മോഹിനിയും വീടിന്റെ വെളിയിൽ പോയി. എല്ലാ പച്ചക്കറികളുമായി അടുക്കളയിലേക്കും വന്നു. മോഹിനി, നീ വേഗം മാവ് കുഴയ്ക്ക്. മോമോസിനു വേണ്ടി ഞാൻ കറിയുണ്ടാക്കാം. മോഹിനി മാവ് കുഴച്ചു. പായൽ എല്ലാ പച്ചക്കറികളും ഫ്രൈ ചെയ്തതിനു ശേഷം നല്ല മണവും വന്നു. ചേച്ചി, നല്ല മണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് ഫ്രൈഡ് മോമോസ് ഉണ്ടാക്കി. അത് വെറും ആട്ടയും പച്ചക്കറിയും കൊണ്ടുണ്ടാക്കിയതാണ്. ചേച്ചി മായങ്ങൾ കാണിച്ചു. മോഹിനിയും പായലും ചേർന്ന് എല്ലാവർക്കും മോമോസ് വിളമ്പി. അമ്മായിയമ്മയും മോഹനും എല്ലാവരും ചേർന്നിരുന്ന് കഴിച്ചു. മോമോസ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്നാലും ഞാൻ സത്യസന്ധമായി പറയാം, ഇതുപോലത്തെ മോമോസ് വലിയ ഹോട്ടലുകളിൽ പോലും കിട്ടില്ല. അതേ പായൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇതിന് ഇത്രയും രുചിയുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ടൊരു നാടൻ മോമോസ് കട തുടങ്ങിക്കൂടാ? അടുത്ത ദിവസം പായലും മോഹിനിയും വീടിന് വെളിയിൽ നാടൻ മോമോസ് ഉണ്ടാക്കി. ജനങ്ങൾക്ക് മോമോസിന്റെ രുചി വ്യത്യസ്തമായി തോന്നി. അങ്ങനെ മോഹൻ വേസ്റ്റ് പറക്കുന്ന ജോലി നിർത്തി എല്ലാവരും സന്തോഷമായി ജീവിച്ചു. അജയ് തീരുമാനിച്ചിരുന്നു, കല്യാണം കഴിക്കുമെങ്കിൽ അത് മധുവിനെ മാത്രം. മധുവിന്റെ കുടുംബം ഈ കല്യാണത്തിന് സമ്മതിച്ചു. എന്നാൽ അജയന്റെ അച്ഛനും അമ്മയും അവസാനം വരെ കല്യാണത്തിന് സമ്മതിച്ചില്ല. നിനക്ക് തോന്നുന്നുണ്ടോ നഗരത്തിൽ പഠിച്ചു വളർന്ന കുട്ടി ഇവിടെ വന്ന് ഇവിടത്തെ ചിട്ടവട്ടങ്ങളൊക്കെ നോക്കി നടത്തുമെന്ന്? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. നീ എന്നോട് കള്ളം പറയാ ഈ കല്യാണത്തിന് സമ്മതം കിട്ടാൻ. ഞാൻ പറയണത് അങ്ങ് കേട്ടാ മതി. നീ എന്റെ മോനല്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിനേ വരില്ലായിരുന്നു. താലി കെട്ടണ സമയത്ത് ഞങ്ങൾ വന്നേക്കാം അനുഗ്രഹിക്കാൻ, കേട്ടോ? ആശീർവാദം തരാതിരിക്കാൻ എന്റെ മനസ്സിൽ കല്ലല്ല. നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തോ, ഞങ്ങൾ എത്തിയേക്കാം. ശരി, നിനക്ക് സന്തോഷമായില്ലേ? വിഷമിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൃത്യസമയത്തെത്തും. ചെല്ല്, നീ നിന്റെ ഭാവി വധുവിന്റെ കൂടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ തയ്യാറാക്ക്. ഞങ്ങളുടെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു പപ്പ. താങ്ക് യു അമ്മേ. ഞാൻ നിങ്ങളെ കാത്തിരിക്കും. അജയ്ക്ക് ഇത്തിരി സമാധാനായി അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്ന്. എല്ലാ കാര്യങ്ങളും തയ്യാറായി. അജയ് അങ്ങനെ മധുവിന്റെ കൂടെ കല്യാണ മണ്ഡപത്തിൽ വന്നു. അവന്റെ അച്ഛനും അമ്മയും കല്യാണത്തിന് വരികയും ചെയ്തു. മധു അവരുടെ കാല് തൊട്ട് നമസ്കരിച്ചു. പക്ഷെ ഈ കല്യാണം അപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. മധുവും അജയന്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. അജയ്, നിന്റെ കൊച്ചച്ഛൻ, വല്യമ്മ, ചിറ്റപ്പൻ അവരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. എല്ലാരോടും ഇപ്പൊ തന്നെ പോവാൻ പറയാൻ പറ്റില്ലല്ലോ. മരുമകളുണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ ഇനി പോകുള്ളവര്. അതുകൊണ്ട് 2 ദിവസം നമ്മുടെ വീട്ടിൽ കാണും അവര്. അതെ അമ്മേ, കുഴപ്പമില്ല. എൻ്റെ ഫ്ലാറ്റ് വലുതാണ്, എല്ലാവർക്കും ഇവിടെ കഴിയാം. ശരി, അപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോവാം. ശരി അച്ഛാ, ഞാനിപ്പോൾ തന്നെ തയ്യാറാവും. അജയ് മധുവിന്റെ അച്ഛനോട് സംസാരിക്കും. അങ്ങനെ എല്ലാവരും കാറിൽ അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നു ചേരും. അടുത്ത 2 ദിവസം അവന്റെ ഫ്ലാറ്റിൽ ഇവരെല്ലാം താമസിക്കും.
ഇത് നിന്റെ ആദ്യത്തെ അടുക്കളയാ. ഇവിടെ എല്ലാരും നീ ഉണ്ടാക്കിയത് കഴിക്കാൻ വന്നതാ. നാടൻ കറികൾ വേണം ഇവിടെ ഉണ്ടാക്കാൻ. അതും അടുപ്പത്ത് വേണം കേട്ടോ. നീ നഗരത്തിലൊക്കെ താമസിച്ചതാ. അവിടത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നത് ഗ്യാസില്. എനിക്കിച്ചിരി പേടിയുണ്ട് ആ കാര്യത്തില്. എനിക്ക് നിന്നെ സഹായിക്കാൻ പോലും പറ്റില്ല ഈ കാര്യത്തിൽ. അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ശരി അമ്മായി, അടുക്കളയിലെ കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്റെ വിമലേ, നീ നിന്റെ മരുമോളോട് അടുപ്പത്ത് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. അവൾക്ക് അതിലൊക്കെ ഉണ്ടാക്കാൻ വല്ല പിടിയുണ്ടാ? അതും നമ്മുടെ നാടൻ കറികള്, വിഭവങ്ങളൊക്കെ അവൾക്ക് അറിയാമോ? ചേച്ചി, ഇതൊക്കെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. എവിടെന്ന് വന്നെന്ന് പറഞ്ഞാ എന്ത്? പറയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് അവളുടെ കടമ. മധു അടുക്കളയിലോട്ട് പോവുകയായിരുന്നു. അപ്പോഴേക്കും അജയ് അവളുടെ അടുത്ത് വരും. മധു, നീ തയ്യാറല്ലേ? ആ, ഞാൻ റെഡിയാ. കുറച്ചു നേരം എന്റെ കൂടെ ടെറസിലൊന്ന് വരുമോ? എനിക്ക് അടുപ്പ് കത്തിക്കണം. ശരി, ഞാൻ നിന്റെ കൂടെ വരാം. അജയുടെ കുടുംബക്കാരൊക്കെ അവിടെ നിന്ന് എല്ലാം കാണുകയായിരുന്നു. മധു ടെറസിലോട്ട് പോകും. വിറകുകൾ അടുക്കി അടുക്കി വെക്കുകയും ചെയ്യും. ഇനി അവൾ പാചകം ചെയ്യണം. അവൾ നല്ല നാടൻ കറികൾ, അതും നല്ല വെളിച്ചെണ്ണയിൽ അവിടെ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യും. അതും വിറകടുപ്പിൽ. അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ നല്ല മണം നന്നായി വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് എന്തായാലും. മരുമോളെ ഇപ്പൊ ഞാൻ കണ്ടതേ ഉള്ളൂ. അവൾ വിറകടുപ്പില് നല്ല വെളിച്ചെണ്ണയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അല്ല മദൻ, ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ? എല്ലാ ബന്ധുക്കളും ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാ മരുമകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എപ്പോൾ കിട്ടുമെന്നാ. ബിംല, ഒന്നുകൂടി പോയി നോക്ക്. ഭക്ഷണം ആവാൻ എത്ര സമയമെടുക്കുന്നു മരുമകളോട് ചോദിക്കേ. ഞാൻ നോക്കിയിട്ട് വരാം. മധു ആഹാരമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അമ്മായി, ഞാൻ കരുതി എന്തായാലും പാചകം ചെയ്യല്ലേ, എന്നാ പിന്നെ പായസം കൂടെ ഇരിക്കട്ടെ. നല്ല കാര്യത്തിന് എപ്പോഴും മധുരം വേണമെന്നല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോഴേക്കും അവിടെ ചേട്ടത്തിയും വല്യമ്മയൊക്കെ വരും. ചേട്ടത്തി, മധുവിന് നല്ല അറിവുണ്ടല്ലോ. ഇവൾക്ക് വിറകടുപ്പിൽ ആഹാരം ഉണ്ടാക്കാൻ അറിയാലോ. എന്റെ അമ്മൂമ്മയുണ്ടല്ലോ, ഞാൻ ചെറുതായിരുന്നപ്പോ ചിലപ്പോ റൊട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അമ്മൂമ്മ ചെയ്യണ കണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഫോണിൽ നോക്കി നമുക്കിതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. എന്ത്? ഫോണിൽ നോക്കിയോ? അതെങ്ങനെ? അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അത് അപ്പം തന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഗുണങ്ങളും അറിയാൻ പറ്റും. ഫോണിൽ നമുക്ക് നല്ല അറിവ് കിട്ടാനുള്ള വഴികളും ഉണ്ട്. ആണോ? ഈ വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഗുണമൊക്കെ എന്താ? ഞങ്ങൾക്കും പറഞ്ഞുതാ മോളെ. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നിങ്ങൾക്കറിയാം. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും നിങ്ങൾക്കറിയാം. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി മാത്രമല്ല, അത് ശരീരത്തിന് നല്ലതും കൂടെയാണ്. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരം പോഷക ഗുണങ്ങൾ കൂടുതലായിരിക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും കൂടിയാണ്. അതുകൂടാണ്ട് പയ്യെ പയ്യെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തിയാണെങ്കിലും മൃദുവായിട്ടിരിക്കും. ചവയ്ക്കാനും അത് എളുപ്പമാണ്. അതുകൊണ്ട് വിറകടുപ്പിലുണ്ടാക്കുന്ന ചപ്പാത്തി ഇടയ്ക്ക് തിന്നണം. അതിന് നല്ല ഗുണമുണ്ട്. ഞാൻ തീരുമാനിച്ചു, ഇതെന്തായാലും ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. മധുവിനെയും മധുവിന്റെ സംസാരത്തിനെയും പാചകത്തിനെയും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. വിറകടുപ്പിലുണ്ടാക്കിയ ആഹാരം എല്ലാവരും സ്വാദിഷ്ടപൂർവ്വം കഴിക്കുകയും ചെയ്തു. അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും തുടങ്ങി. അവളുടെ ഈ സ്വഭാവം കണ്ട് അമ്മായിയമ്മയ്ക്കും അമ്മായി അച്ഛനും അവളെ ഒരുപാട് ഇഷ്ടമായി. അവരവളെ സ്വീകരിക്കുകയും ചെയ്തു. Thanks for watching.